അല്ല, ഉറപ്പായിട്ടും നല്ലതായിരുന്നു. ഞാൻ പക്ഷേ കുറേ ദിവസമായിട്ട് 100-200 വട്ടമായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ജഡ്ജ്മെൻറ്റ് വേറെ അവസ്ഥയിലാണ്. അപ്പോൾ ഇനി ആളുകൾ പറയട്ടെ. പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും മൂവി കണ്ടപ്പം ഇറ്റ് വാസ് സ്റ്റിൽ വെരി വെരി ഗ്രിപ്പിംഗ്. അതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. മൂവി കണ്ടിട്ട് ആ പേര് പോലെ തന്നെ ഭയങ്കര ഒരു വൈബ് ക്രിയേറ്റിംഗ് ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് തോന്നി. മാളികപ്പുറത്തിലെ അയ്യപ്പനെ പോലെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഉണ്ണിയെ ഞാൻ. അതിൽ നിന്നൊക്കെ മാറി വീണ്ടും ഒരു സൂപ്പർമാൻ, സൂപ്പർ പവർ ഉള്ളൊരു സൂപ്പർ ഹീറോ ആയിട്ട് തോന്നി ഉണ്ണിയെ. അടിപൊളി. രഞ്ജിത്തേട്ടനും ഒക്കെ സന്തോഷം. എൻ്റെ മകൾക്ക് ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളിയായിരുന്നു. എല്ലാവരും പോയി കാണണം, ഫാമിലിയോടെ തന്നെ പോയി കാണണം. ഇത്രയും കാലം കഴിഞ്ഞിട്ട് എനിക്ക് രഞ്ജിത്ത് അങ്കിളുടെ കൂടെ പിന്നെയും വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു കംഫർട്ടബിളായ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ. ഇതിന് മുമ്പ് ചെയ്തത് വർഷമായിരുന്നു രഞ്ജിത്ത് അങ്കിളുടെ കൂടെ. അപ്പോൾ എന്തെങ്കിലും ഒരു ഞാനൊരു റോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമല്ലോ. വർഷത്തിൽ മരിക്കുന്നു, സ്പിരിറ്റിൽ ഊമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ MDMA കേസ് പ്രതി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഐ ഫീൽ ഉണ്ണിച്ചേട്ടൻ്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പെർഫോമൻസസ് ആണ്. ഇതിൻ്റെ അത് ഭയങ്കര റിയലിസ്റ്റിക് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നതിനെ കൊണ്ടുള്ള ഹാൻഡിക്യാപ്റ്റ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ഈ ഒരു സ്റ്റോറിയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫാമിലിയോടെ തന്നെ എല്ലാവരും പോയി കാണണം എന്ന് ഞാൻ പറയൂ. ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മൾ. നിങ്ങൾ പോയി കാണണം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഓ ആബ്സല്യൂട്ട്ലി, വൈ നോട്ട്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റായിട്ട് വന്നത് തന്നെ റിയലിസ്റ്റിക് ആയിട്ട് വരുന്നതുകൊണ്ടാണ്. ഐ ഫീൽ ലൈക്ക് അത് എല്ലാവർക്കും കണക്ട് ചെയ്യും. നമ്മൾ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഭയങ്കര അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു പോവും. ഇതുവരെ ആലോചിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചു പോവും. ഐ തിങ്ക് അതാണ് ഈ മൂവിയുടെ ഒരു സക്സസ്. നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക അതന്നെ. അത് നിങ്ങൾ കാണൂ. അതല്ല അതിൻ്റെ ഒരു സസ്പെൻസ്. ബട്ട് ഐ തിങ്ക് എവ്രി വൺ ഷുഡ് വാച്ച് ഇറ്റ് വൺസ് ഇൻ തിയേറ്റർ ഇറ്റ്സെൽഫ്. എല്ലാവരും ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ അപേക്ഷയുള്ളൂ. താങ്ക് യു. It was actually a very nice എന്നല്ല, ഇൻ ദ സെൻസ് ഭയങ്കര റിയൽ ആയിട്ടുള്ളൊരു സ്റ്റോറി. റിയൽ അല്ല, കുറേ റിയൽ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ മോർ ദാൻ എ സൂപ്പർ ഹീറോ മൂവി, ദിസ് ഇസ് അബൌട്ട് പവർ വിത്തിൻ യു. അപ്പം നമ്മൾ സൂപ്പർ ഹീറോ മൂവീസ് എന്ന് പറയുമ്പോൾ കൂടിയും അതിനകത്ത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യും. അതിന് നമ്മൾ കുറേ മാനിപ്പുലേറ്റ് ചെയ്യും, കുറേ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാറ്. ബട്ട് ദെൻ ഇതൊന്നും ഇല്ലാതെ വി ഗെറ്റ് ദ സൂപ്പർ ഹീറോ ആസ്പെക്ട്സ് ലൈക്ക് ബിക്കോസ് വി ഓൾ ആർ ഡെയിലി സൂപ്പർ ഹീറോസ് ആണ് നമ്മുടെ തന്നെ ലൈഫ്. എസ്പെഷ്യലി ഫോർ എ പേഴ്സൺ ഓൺ വീൽ ചെയർ, നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവർക്ക് ഉണ്ടാകുന്ന ചില സെൻസിറ്റീവ് ഭാഗങ്ങളുണ്ട്, അവരുടേതായ ഇമോഷണൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ഐ തിങ്ക് ഉണ്ണിച്ചേട്ടൻ ഹാസ് വെരി നൈസ്ലി പ്രസൻറ്റഡ് ദാറ്റ് വാസ് അമേസിങ്. ഹിസ് പെർഫോമൻസ് വൈസ് ഭയങ്കര രസമായിട്ട് തോന്നി. ആ സംഭവങ്ങളൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുള്ള പോലെ തോന്നി. പിന്നെ ജോമോൾ മാമിൻ്റെ തിരിച്ചുവരവാണ്. അശോകൻ സാറിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര അടിപൊളിയായി തോന്നി. ആൻഡ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി വാസ് വെരി എൻഗേജിങ്, വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓൾസോ ഫണ്ണി ആസ് വെൽ. കുറേ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ കുറേ ഓൺലൈൻ മീഡിയ അതുപോലെ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന സംഭവങ്ങൾ അതൊക്കെ ഭയങ്കര റിയലായിട്ട് തോന്നും. ഐ മീൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങനെ ചെയ്യുക, അതൊക്കെ ഭയങ്കര കോമിക്കായിട്ട് അത് പ്രസൻറ്റ് ചെയ്ത് സർക്കാസ്റ്റിക്കായി പ്രസൻറ്റ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരു പൊളിറ്റിക്കലി ഒരു സെറ്റയറും പോലെ വരുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ഒരു റിയൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഉണ്ട്. പ്ലസ് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസും ഇമോഷൻസും കുറേ വന്നതായിട്ട് ഫീൽ ചെയ്യും. സോ പേഴ്സണലി ഐ ലവ് ദ മൂവി. അത് എനിക്ക് വേണം എനിക്ക് പറയാം. ഐ ഡോണ്ട് നോ ബിക്കോസ് ഐ ഹാവ് നോട്ട് വാച്ച്ഡ് ഓൾ ഓഫ് ഹിസ് മൂവീസ്. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ്. അതെന്തായാലും പറയാൻ പറ്റും. ബിക്കോസ് ആ ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സണിൻ്റെ ഒരു ഇമോഷനും ആ സെൻസിറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. വെരി ഹാപ്പി. ഭയങ്കര ആശ്വാസമാണ് നമ്മളിങ്ങനെ ഒരു സിനിമ ഒന്ന് ഫസ്റ്റ് തിങ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് ടെക്നിക്കലിയും പെർഫോമൻസ് വൈസും അല്ല സൗണ്ട് കൊണ്ടും മ്യൂസിക് കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത് പ്രേക്ഷകർ കണ്ടപ്പോൾ അവർക്കിത് ഭയങ്കര ഒരു നീൽ ബൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ത്രില്ലറായിരുന്നു. അവരെല്ലാവരും ഭയങ്കര മനസ്സ് നിറഞ്ഞ് എൻജോയ് ചെയ്തിട്ടാണ് ഇറങ്ങി പോകുന്നത്. സോ വെരി ഹാപ്പി. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം ലെവൽ ഓഫ് ടീം വർക്ക്. ഇതിൻ്റെ സിനിമോഗ്രാഫർ ചന്ദ്രു സെൽവരാജ്, എഡിറ്റർ സംഗീത് പ്രതാപ്, മ്യൂസിക് ഡയറക്ടർ ശങ്കർ ശർമ്മ, സൗണ്ട് ഡിസൈനർ തപസ് നായക്, ഇന്ന് തുടങ്ങി ലിജു പ്രഭാകർ. വലിയ ഒരു ടീമുണ്ട് ഇതിന് പുറകിൽ, ഈ മുമ്പിൽ കാണുന്ന ആക്ടേഴ്സ് അല്ലാതെ. ഇത് അവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ളൊരു എക്സ്ട്രീം ലെവൽ ഓഫ് കോൺട്രിബ്യൂഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊഡക്റ്റ് സിനിമ വന്നത്. സോ വെരി ഹാപ്പി. താങ്ക് യു.
അത് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു, താങ്ക് യു എന്നൊക്കെ പറയുന്നു. സ്പിരിറ്റിന് മുകളിലാണ്. നമ്മളിനി ഇനി ഷോ കഴിയുമ്പോൾ നോക്കാൻ നോക്കി എങ്ങനെയുണ്ട്. സംഗീതം പറഞ്ഞിരുന്നു എഡിറ്റിംഗ് കുറെ കണ്ടു വെളിയിൽ പോയി കിടക്കുന്നു. അതെ അതന്നെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രോപ്പർ അറ്റ്മോസ് സെറ്റപ്പിൽ നമ്മൾ ഫുൾ ഫിലിം ആയിട്ട് കാണും. അപ്പോൾ കണ്ടപ്പം വെരി ഹാപ്പി ആൻഡ് വെരി സാറ്റിസ്ഫൈഡ്. നെയിൽ ബൈറ്റിംഗ് എന്നൊക്കെ പറയാവുന്ന ബ്യൂട്ടിഫുൾ നന്നായിട്ടുണ്ട്. ഉണ്ണി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണ്ണിയാണ്. എക്സലൻറ്റ് പെർഫോമൻസ്. ഓഫ് കോഴ്സ് യെസ്, കിഡ്സ് ആൻഡ് ഫാമിലീസ് ഷുഡ് വാച്ച്. സൂപ്പർ ഹീറോ മൂവിയാണ്. ഗിവ്സ് എ ഗുഡ് മെസ്സേജ് ബട്ട് ഇറ്റ് ഇസ് വെരി വെരി ഫണ്ണുണ്ട്. ഭയങ്കര ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾക്ക് കരയിപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് വാസ് കുട്ടികളുടെ സിനിമ എന്ന് പറയാം, ഫാമിലി കുട്ടികളുടെ സിനിമയാണ്. നന്നായിട്ടുണ്ട്, നല്ല നമ്മുടെ ഉണ്ണിമുന്നൻ്റെ ജയ് ഗണേഷ് കണ്ടു. ഒരു സിനിമയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി സിനിമ കണ്ടപ്പോൾ. സാധാരണ സിനിമ കണ്ട് ഉറങ്ങിപ്പോകും ചില സമയത്തൊക്കെ. ഇത് ഉറക്കമൊന്നും വരാണ്ട് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് വിനോദ് ബോസ്, പിന്നെ നമ്മുടെ എൽദോ രാജുവിൻ്റെ ഒക്കെ പെർഫോമൻസ് മികച്ചാണ്. പിന്നെ ഉണ്ണിമുന്തൻ തകർത്താടിയെന്ന് തന്നെ പറയാം. ചാണക്യയന്ത്രം, മല്ലു സിംഗ്, മാളികപ്പുറത്തിനൊക്കെ ശേഷം അതിഗംഭീരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടും അഭിനയിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഉണ്ണിമുന്തൻ ആ ക്യാരക്ടറിൽ ജീവിക്കണമെന്ന് പറയാം. ജയ് ഗണേഷായിട്ട് തന്നെ ഒരു ഡിസേബിൾ പേഴ്സണായിട്ട് തന്നെ ജീവിച്ച് അഭിനയിക്കുക എന്ന് തന്നെ പറയാം. ഒരു മൾട്ടി സ്റ്റാർ ഓറിയൻറ്റഡ് സിനിമയാണ്. കാരണം നമ്മുടെ അശോകൻ ചേട്ടനൊക്കെ തകർത്താടിയിട്ടുണ്ട്. പിന്നെ മഹിമ നമ്പ്യാറിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് വർക്കൗട്ടായി പോയിട്ടുണ്ട്. ഇൻസ്പയർ ആയിട്ടുണ്ട്. ഒരു സൂപ്പർ ഹീറോ മിന്നമുള്ളി സിനിമ കണ്ട പോലെ ഉണ്ട്. മൂവിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പടം കാണുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് പടം പോകുമെന്ന് വിചാരിക്കില്ല. പക്ഷേ അത് അവസാനം ആകുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ത്രില്ലടിച്ച ഇതാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം. എല്ലാ സീൻസും എല്ലാം അടിപൊളിയാണ്. ആൾ ചെയ്യുന്ന ക്യാരക്ടറാണ്. കാരണം ആളെപ്പോഴും ചെയ്യുന്ന ഒരു ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള ഫിറ്റ്നസ് പടമാണ്. പക്ഷെ അതല്ലാതെ പുള്ളിയുടെ ഒരു എന്താ പറയുക, അഭിനയം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. സൂപ്പർ ഹീറോ അതൊരു എന്താ പറയുക തീം മാത്രമാണ്. ഒരു ജെന്യൂൻ മനുഷ്യൻ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതാണ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളെ കൊണ്ട് മാക്സിമം എഫർട്ട് എടുത്തിട്ടുണ്ട്. ശരി, താങ്ക് യു. സൂപ്പർ ഹീറോ മൂവി തന്നെയാണത്. അതെ, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഉണ്ണിമുന്ന തകർത്തു, ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ താങ്ക് യു. നല്ല പടം. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒരു ഇൻസ്പയറിംഗ് മൂവിയാണ്. ഓൺ ദ എഡ്ജ്, വെരി ഫാസ്റ്റ് മൂവി. I mean, you don't get any bore patch in between. It was really gripping. Very nice. Undi Mukundan, he was top class. The child's father in the movie, and the kid, and Mahima also very good. Ryan's performance Nanaithundu. He was good, yeah. First time Yes. happy. Yes, very much. അംഗവൈകല്യമുള്ള സിനിമയായിട്ടല്ലോ കാണുന്നത്. അതെ അപ്പോൾ അത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ അവരുടെ ഇതൊക്കെ വിഷമങ്ങളിലേക്ക് അവരുടെ സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നല്ലതല്ല, അടുത്തൊരു സൂപ്പർ ഹീറോ മലയാളത്തിൽ നിന്ന് അതെങ്ങനെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. നല്ല എല്ലാം പടം കാണട്ടെ. ഫസ്റ്റ് ഡേ ആയില്ല, മിന്നൽ മുരളി കടത്തി വിട്ടോ? പടം വരട്ടെ. ഫസ്റ്റ് ഡേ ആയില്ല. സിനിമ നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് പറയൂ അഭിപ്രായങ്ങൾ. നല്ല മൂവിയാണ്, എല്ലാവർക്കും ഇൻസ്പിറേഷൻ തരുന്ന മൂവിയാണ്. നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി അല്ല, സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയൊരു മൂവി അല്ല, ബട്ട് ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോനെ ജനറേറ്റ് ചെയ്ത് ഇതിപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് സമൂഹത്തിലെല്ലാം നടക്കുന്നുണ്ട്. ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ചില ഇൻസിഡൻസ് നമുക്ക് ലിങ്ക് ചെയ്തിട്ടുള്ളതായിട്ട്. വീൽചെയർ സഞ്ചരിക്കുന്ന ഉണ്ണിമുകുന്ദൻ, അദ്ദേഹത്തിൻ്റെ ഗണേഷ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ മൂവിയിലേക്ക് ഡീറ്റെയിലിംഗ് ആവുമെന്ന് എനിക്കറിയില്ല. ഐ നോട്ട് ഇൻ ദിസ് റിവ്യൂ പാർട്ട്. അപ്പോൾ ഇല്ല, ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ ഈ ഒരു പോസ്റ്റർ വന്നപ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കണ്ടിട്ട് ഒരുപാട് പേര് സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയ ആളുടെ കഥയാണെന്ന് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി അങ്ങനെ അല്ലെങ്കിലും ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു മോഡിലേക്കാണ്. ജനറലിന് ശേഷം ശരിക്കും ഹീറോയ്ക്കൊപ്പം തന്നെ ആ മാസ്റ്ററും കൂടി കൂടുതൽ ആ പയ്യൻ അഭിനയിച്ച പയ്യൻ കുറേ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ പെർഫോമൻസ് ആക്ടിങ് സൂപ്പർ. ഒന്നും പറയല്ല, അടിപൊളി സൂപ്പർ. കണ്ടിരിക്കാം, കൊച്ചു കുട്ടികളൊക്കെ സുഖമായിട്ട് കണ്ടിരിക്കാം. കാരണം അവർക്കൊരു ആ ഒരു എന്താ പറയുക, നമ്മൾ കളി കൊടുക്കാതെ കാണുന്നവർക്ക് അതിൻ്റെ ഒരു എഫ്രേംസ് സൂപ്പറായിട്ടുണ്ട്. അടിപൊളി, ഒന്നും പറയല്ല. സൂപ്പർ പവർ സംഭവത്തിൽ ഒരു പ്യൂർലി നോർമൽ മൂവിയാണ്. അത് പിന്നെ ഒരു സത്യം പറയാൻ പറ്റില്ല. ചിലർക്ക് കാണാൻ പറ്റിയ മൂവിയാണ്.
ഈ സൂപ്പർ ഹീറോ എലമെന്റ് മിക്സ് ചെയ്തിട്ടുള്ള സൂപ്പർ ഹീറോ കുറച്ച് മിക്സ് ആയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലത്തെ സൂപ്പർ ഹീറോ ഒന്നും ഇതിനകത്തില്ല. പക്ഷെ നമുക്ക് ഈ പ്രൊമോഷനിൽ പറയുന്നത് അത് സൂപ്പർ ഹീറോ എലിമെന്റ് നമുക്ക് ഉണ്ട് പറയാം. പക്ഷേ ഈ ഒരു ജയഗണേഷിൻ്റെ ഒരു ലൈഫിലൊരു ബേസ് തീമാണ് ഞാൻ സ്റ്റോറി എടുത്തത്. പിന്നെ സൂപ്പർ ഹീറോ എലിമെന്റ് ഇല്ല. സൂപ്പർ എലിമെന്റ്സ് അത് എലിമെന്റ് ഉണ്ട്, പക്ഷേ അധികം സമയം ഇൻ്റർനെറ്റ് ആയിട്ടില്ല. അല്ല, മൈമയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ണുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. മൈമ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് ഉണ്ണുകൊണ്ടാണ്. കുഴപ്പമില്ല. ഉണ്ണിച്ചേട്ടൻ എല്ലാവരും പറയുന്നു ഉണ്ണിച്ചേട്ടൻ കണ്ടിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റി, ഒരു സർവൈവൽ സ്റ്റോറി, നല്ലൊരു ത്രില്ലർ പടം ഇങ്ങനെയും ചെയ്യാൻ പറ്റി എന്നൊരു ഫീൽ പല റെസ്പോൺസ് തോന്നി. എങ്ങനെ പ്രേക്ഷകരെ കണ്ടപ്പോൾ അത് തന്നെ ഫീൽ കിട്ടി? എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് എക്സൈറ്റിംഗ് ആയ